നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കവിതയുടെ പേര് ദുഷ്ടത എന്നാണ്. ഈ കവിതയുടെ ജനനം ആലോചിക്കുമ്പോൾ തന്നെ സഹതാപവും ചിരിയും സങ്കടവും അങ്ങനെ നവരസങ്ങളാണ് മനസ്സിൽ ഓടിയെത്തുക. കാരണം ജീവിതത്തെപ്പറ്റി ഒരുപാട് ഞാൻ പറഞ്ഞു. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബന്ധങ്ങൾ, അമ്മയും മകനും, അമ്മയും മകളും, മകളുടെ ഭർത്താവും, അങ്ങനെ കൊച്ചു കുടുംബവും വലിയ കുടുംബവും ഒക്കെ ആയിട്ടുള്ള ഓരോ കുടുംബങ്ങൾക്കുള്ളിലും സ്വാർത്ഥതയും സ്വന്തം ഇഷ്ടങ്ങളും അഴിഞ്ഞാടുകയാണ്. എവിടെയും സ്നേഹത്തിൻ്റെ കണിക പോലും കാണാനില്ല. എല്ലായിടത്തും എനിക്കെന്ത് നേടാൻ കഴിയും, എനിക്ക് നിങ്ങളിൽ നിന്നും എന്ത് ഗുണം ലഭിക്കും എന്നുള്ള ചിന്തയാണ് ഭൂരിഭാഗവും. ഞാൻ നല്ലവനാണെന്ന് സ്ഥാപിക്കപ്പെടാനോ അല്ലെങ്കിൽ ഞാൻ നല്ലതാണ് എന്ന് ബോധ്യപ്പെടുത്താനോ വേണ്ടിയല്ല. നമ്മൾക്ക് എല്ലാം നേടിക്കഴിഞ്ഞ ശേഷം മറ്റുള്ളവരെ സഹായിക്കാം എന്ന് കരുതിയാൽ അതൊരിക്കലും നടക്കില്ല. അടുത്ത സമയത്ത് വളരെ ദൂരെ നിന്നും, ഏകദേശം 10-15 കിലോമീറ്റർ ദൂരെ നിന്നും വരുന്നൊരു സ്ത്രീ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഫാനില്ല, വളരെയധികം പ്രയാസത്തിലാണ്, ഫാൻ വാങ്ങാനുള്ള സാമ്പത്തിക ഭദ്രതയും ഇല്ല, വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും കിട്ടുന്ന വെളുപ്പിന് 4 മണിക്ക് അവിടെ ചെന്ന് അവിടുന്ന് വില കൊടുത്ത് വാങ്ങുന്ന ചീരയുമായിട്ട് 10-16 കിലോമീറ്റർ നടന്ന് വരുന്ന ഒരു സ്ത്രീ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ എന്നും കടന്നു പോകുമ്പോഴും ചീര വേണോ എന്ന് വിളിച്ചു കേൾക്കുന്ന ആ സ്ത്രീയിൽ നിന്നും വല്ലപ്പോഴുമൊക്കെ ഞങ്ങൾ ചീര വാങ്ങാറുണ്ട്. ഈ അടുത്ത കാലത്ത് അവരൊരു ദിവസം വന്നിട്ട് പറഞ്ഞു, വളരെ ദുർഗണമാണ് ചേച്ചി ജീവിതം. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു ഫാൻ വാങ്ങിക്കാൻ നിവൃത്തിയില്ല, അതിനുള്ള ആദായമില്ല, ആകെ ഒരു മകളുണ്ട്, ആ മകൾക്ക് 5 പവൻ സ്വർണവും കൊടുത്ത് കല്യാണം കഴിച്ച് അയച്ചതാണ്, 1-2 കുഞ്ഞുങ്ങളുമുണ്ട്, അവളുടെ ഭർത്താവ് ഈയിടയ്ക്ക് അവളെ വീട്ടിൽ കൊണ്ടുവിട്ടു, കൂടുതൽ സ്വർണം വേണം, കൂടുതൽ പണം വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്രേ, നിനക്ക് വേണ്ടെങ്കിൽ അവളെ ഇവിടെ ഇട്ടേച്ച് പൊയ്ക്കോ, ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം അവളെ നോക്കും. ഞാൻ പല വീടുകളിലും ജോലി ചെയ്തും ചീര വിറ്റും കിച്ചൽ പാത്രവും കഴിയൊക്കെയാണ് ജീവിക്കുന്നത്. ഞാൻ ഇത്രയും ഉണ്ടാക്കി തന്നത് എൻ്റെ ജീവിതവും കൂടെ കളഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് മരുമോനെ വഴക്കുറഞ്ഞു. മരുമോൻ മകളെ കൊണ്ടാക്കിയിട്ട് പോവുകയാണ്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കിടന്നിട്ടും മകളെ തിരികെ പറഞ്ഞു വിട്ടില്ല ആ അമ്മ മനസ്സ്. അങ്ങനെ അവരുടെ കഥകളും ജീവിതവും ഒക്കെ പല ആവർത്തി കേട്ടു. ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം അവരുടെ മകളെ മരുമോൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ജീവിതം എത്ര ഭയങ്കരമാണെന്ന് നോക്കൂ. 55 വയസ്സുള്ള സ്ത്രീ ദിനം പ്രതി 10-14 കിലോമീറ്റർ നടന്ന് അന്നുള്ള അതിനു വേണ്ടി വക കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇതൊരു ജീവിതം. അങ്ങനെ ഓരോ ജീവിതങ്ങളും, അങ്ങനെ എത്ര ജീവിതങ്ങൾ. എല്ലാവരെയും സഹായിക്കാനുള്ള സാമ്പത്തിക ഭദ്രത എനിക്കില്ല എങ്കിലും
എന്നാൽ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഒടുവിൽ അവർക്ക് നല്ലൊരു ഫാൻ വാങ്ങി വീട്ടിലുണ്ടായിരുന്നതാണ്, അത് അവർക്ക് കൊടുത്തു സുഖമായി നിദ്രയെ പ്രാപിക്കാൻ. ആ കൊടുത്ത കാര്യം മാലോകരോട് വിളിച്ചു പറയുകയല്ല. നമ്മളെല്ലാം നേടിയിട്ട് ആരെയും നമുക്ക് സഹായിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു സഹായങ്ങളും പലരുടെയും ജീവിതത്തിനെ മാറ്റിമറിക്കും, പലരുടെയും ജീവിതത്തിന് സന്തോഷത്തിൻ്റെ തണലേക്കും. അവർ പിന്നീട് വരുമ്പോഴെല്ലാം പറയും, ചേച്ചി എന്ന് തന്ന ഫാൻ ഒരു അനുഗ്രഹമായി, ചേച്ചിക്ക് 100 പുണ്യം കിട്ടും എന്ന് എൻ്റെ ശ്രീമതിയോട് പറയുമ്പോൾ അത് കേട്ടിട്ടൊരു ചിരിയിൽ ഒതുക്കി. എങ്കിലും ആ സ്ത്രീയുടെ ജീവിതം എത്ര വിഷമം നിറഞ്ഞതാണ്. ആരെയും നമ്മൾ സഹായിച്ചെന്നാലും തിരികെ നമ്മളൊന്നും പ്രതീക്ഷിക്കില്ല. എങ്കിലും അവരിൽ നിന്നൊരു നല്ല വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കൂടുതൽ സന്തോഷം തോന്നും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ദുഷ്ടതകളുടെ കേളി നിലമായി മാറിക്കഴിഞ്ഞു ഈ ഭൂതലം. എവിടെ തിരിഞ്ഞാലും പ്രയാസങ്ങളും ദുഃഖങ്ങളും മാത്രമേ കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയില്ല. അങ്ങനെ ഒരു നിമിഷത്തിൽ ഞാൻ എഴുതിയ കവിതയാണ് ദുഷ്ടത. ആ കവിതയിലെ ഏതാനും വരികൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എങ്ങും എവിടെയും സ്വാർത്ഥതയുടെ അടിവേരുകൾ പടർന്നു പന്തലിക്കുന്നു. എങ്ങും എവിടെയും സ്വാർത്ഥതയുടെ അടിവേരുകൾ പടർന്നു പന്തലിക്കുന്നു. യന്ത്രമനുഷ്യനും യാന്ത്രിക ജീവിതവും സുഖമായി കാണുന്നു. പുഴയുടെ തേങ്ങലും കടലിൻ്റെ കിരമ്പലും കേൾക്കാവതല്ല ഈ ജന്മങ്ങൾ. പുഴയുടെ തേങ്ങലും കടലിൻ്റെ ഇരമ്പലും കേൾക്കാവതല്ല ഈ ജന്മങ്ങൾ. ഒഴുകുക ഒരജ്ഞാത ശക്തി പോലെ തിമിർത്തുല്ലസിച്ച് എങ്ങും എവിടെയും സ്വാർത്ഥതയുടെ അടിവേരുകൾ പടർന്നു പന്തലിക്കുന്നു. തുടർന്നുള്ള വരികൾ വിഷ്വൽസും കാണുമല്ലോ. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. എങ്ങും എവിടെയും സ്വാർത്ഥതയുടെ അടിവേരുകൾ പടർന്നു പന്തലിക്കുന്നു. യന്ത്രമനുഷ്യനും യാന്ത്രിക ജീവിതവും സുഖമായി കാണുന്നു. എങ്ങുമെവിടെയും സ്വാർത്ഥതയുടെ അടിവേരുകൾ പടർന്നു പന്തലിക്കുന്നു. യന്ത്രമനുഷ്യനും യാന്ത്രിക ജീവിതവും സുഖമായി കാണുന്നു. പുഴയുടെ തേങ്ങലും കടലിൻ്റെ ഇരമ്പലും കേൾക്കാവതല്ല ഈ ജന്മങ്ങൾ. പുഴയുടെ തേങ്ങലും കടലിൻ്റെ ഇരമ്പലും കേൾക്കാവതല്ല ഈ ജന്മങ്ങൾ. ഒഴുകുക ഒഴുകുക ഒരജ്ഞാത ശക്തി പോലെ തിമിർത്തുല്ലസിച്ച് ഒടുവിൽ എത്തപ്പെടുന്നതോ അജ്ഞാതമാം കയത്തിലും. ഒഴുകുക ഒഴുകുക ഒരജ്ഞാത ശക്തി പോലെ തിമിർത്തുല്ലസിച്ച് ഒടുവിൽ എത്തപ്പെടുന്നതോ അജ്ഞാതമാം കയത്തിലും. കണ്ടുകൊള്ളുക ഈ ചീർത്ത മുഖവും അഴുകിയ ശരീരവും. കണ്ടുകൊള്ളുക ഈ ചീർത്ത മുഖവും അഴുകിയ ശരീരവും. എല്ലാം അവസാനിച്ചെന്നു കരുതുന്ന നിമിഷത്തിലെ അവസ്ഥ. കണ്ടുകൊള്ളുക ഈ ചീർത്ത മുഖവും അഴുകിയ ശരീരവും. എല്ലാം അവസാനിച്ചെന്നു കരുതുന്ന നിമിഷത്തിലെ അവസ്ഥ.
ഓങ്കാരപ്പൊരുളിൻ്റെ ശക്തിവൈഭവം മറക്കുന്ന മാനവകുലം. ഓങ്കാരപ്പൊരുളിൻ്റെ ശക്തിവൈഭവം മറക്കുന്ന മാനവകുലം. ഒന്നുമല്ലാതെ വന്നുപോയി തിര പോലെ തീരത്തെ അമർന്ന്. ഓങ്കാരപ്പൊരുളിൻ്റെ ശക്തിവൈഭവം മറക്കുന്ന മാനവകുലം. ഒന്നുമല്ലാതെ വന്നുപോയി തിര പോലെ തീരത്തെ അമർന്ന്. എങ്ങും എവിടെയും സ്വാർത്ഥതയുടെ അടിവേരുകൾ പടർന്നു പന്തലിക്കുന്നു. യന്ത്രമനുഷ്യനും യാന്ത്രിക ജീവിതവും സുഖമായി കാണുന്നു. പുഴയുടെ തേങ്ങലും കടലിൻ്റെ ഇരമ്പലും കേൾക്കാവതല്ല ഈ ജന്മങ്ങൾ. പുഴയുടെ തേങ്ങലും കടലിൻ്റെ ഇരമ്പലും കേൾക്കാവതല്ല ഈ ജന്മങ്ങൾ. ഒഴുകുക ഒഴുകുക ഒരജ്ഞാത ശക്തി പോലെ തിമിർത്തുല്ലസിച്ച് ഒടുവിൽ എത്തപ്പെടുന്നതോ അജ്ഞാതമാം കയത്തിലും. പുഴയുടെ തേങ്ങലും കടലിൻ്റെ ഇരമ്പലും കേൾക്കാവതല്ല ഈ ജന്മങ്ങൾ. ഒഴുകുക ഒഴുകുക ഒരജ്ഞാത ശക്തി പോലെ തിമിർത്തുല്ലസിച്ച് ഒടുവിൽ എത്തപ്പെടുന്നതോ അജ്ഞാതമാം കയത്തിലും. എങ്ങും എവിടെയും സ്വാർത്ഥതയുടെ അടിവേരുകൾ പടർന്നു പന്തലിക്കുന്നു. എങ്ങും എവിടെയും സ്വാർത്ഥതയുടെ അടിവേരുകൾ പടർന്നു പന്തലിക്കുന്നു. യന്ത്രമനുഷ്യനും യാന്ത്രിക ജീവിതവും സുഖമായി കാണുന്നു. യന്ത്രമനുഷ്യനും യാന്ത്രിക ജീവിതവും സുഖമായി കാണുന്നു.